എല്ലാവർക്കും നമസ്കാരം. ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അന്നേരം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബട്ടർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് ബട്ടർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത്. പാക്കറ്റ് പാലുകൊണ്ട് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാൽ അല്ലെങ്കിൽ പാൽ സൊസൈറ്റികളിൽ നിന്ന് വാങ്ങുന്ന പാലിൽ നിന്നാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാൽ നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ പാടെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിച്ച് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തണുക്കാനായിട്ട് വെക്കണം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. സാധാരണ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ 1 ലിറ്ററോ അല്ലെങ്കിൽ 1/2 ലിറ്ററോ പാൽ വാങ്ങും. അത് വൈകുന്നേര സമയങ്ങളിലാണ് വാങ്ങുക. അപ്പോൾ അത് വാങ്ങിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കും. കാലത്ത് എണീറ്റ് കഴിയുമ്പോൾ ആ പാടയൊക്കെ മുകളിൽ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് അരിപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് കോരിയെടുക്കും. അതിന് ശേഷം ബാക്കിയുള്ള പാലുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്നലെ വൈകുന്നേരം കാച്ചി വെച്ചിട്ട് ഇന്ന് കാലത്തെടുത്ത പാലാണിത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മേലെയൊക്കെ പാട കെട്ടിയിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെന്ന്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചിട്ട് എനിക്ക് ഇത്രയും പാടയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് അരിച്ചിട്ട് കിട്ടിയിട്ടുള്ള പാടയാണിത്. ഇത് ഒത്തിരി പാടയുണ്ട്. ഓരോ ദിവസത്തെ കിട്ടുന്ന പാടയും ഒരു ബൗളിലാക്കി വെക്കും. അതിന് ശേഷം പിന്നെ പിറ്റേ ദിവസങ്ങൾ അങ്ങനെ ഓരോ ദിവസത്തെ പാടയും നമ്മൾ ബൗളിലാക്കി സൂക്ഷിക്കും. അപ്പോൾ ഇത് ഇന്ന് കിട്ടിയ പാട ഇത് നമുക്ക് മുന്നേത്തെ ദിവസങ്ങളിൽ നമ്മൾ പാലിൽ നിന്ന് പാടെടുത്തത്. അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. നമ്മൾ 1/2 ലിറ്ററോ അല്ലെങ്കിൽ 1 ലിറ്ററോ പാലെടുത്ത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം അതിൻ്റെ പാടെടുത്തിട്ട് നമ്മൾ ഒരു ബൗളിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിറ്റേ ദിവസം അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ 3-4 ദിവസം നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊരു ചില്ലിൻ്റെ കുപ്പിയോ ബൗളോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക, നല്ല എയർ ടൈറ്റ് ഉള്ളത്. അതെടുത്തതിന് ശേഷം അതിൽ 1/4 ഭാഗത്തോളം തൈര് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാടി ഉണ്ടല്ലോ ആ തൈരിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഇതിലെ മുന്നേ പാട ഇട്ട് വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ അതിൽ കറക്റ്റായിട്ട് നമ്മുടെ ബട്ടറിൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ സ്വല്പം വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുലുക്കണം. സ്വല്പം വെള്ളം ആഡ് ചെയ്തിട്ട് കുലുക്കിയാൽ മാത്രമേ ഇത് കുലുങ്ങുള്ളൂ. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ഇരിക്കണം, ഒട്ടും അനങ്ങില്ല. അപ്പോൾ നമ്മൾ ഇത് സ്വല്പം വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുപ്പി ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ടൈറ്റുള്ള കുപ്പിയായിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ സ്വല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒഴിച്ചിട്ട് നമ്മൾ കുലുക്കണ നേരത്ത് നമുക്കറിയാം അത് ഒത്തിരി പിഞ്ഞ് നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. കുലുക്കാൻ പറ്റണില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഏകദേശം നമുക്കൊരു 1/2 ഗ്ലാസ്സോളമൊക്കെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കുലുക്കണ സമയത്ത് ഈ ബട്ടറൊക്കെ ഉണ്ടല്ലോ മേലെ പൊങ്ങി വരും. ഞാനപ്പോൾ അത് ചെയ്ത് കാണിക്കണ സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ നന്നായിട്ട് കുലുക്കുകയാണ്. കുലുക്കിയതിന് ശേഷം അത് തുറന്ന് ഒരു സ്പൂൺ കൊണ്ട് അതിൽ നിന്ന് ബട്ടറൊക്കെ കോരിയെടുക്കുകയാണ്. കണ്ടല്ലോ നമുക്ക് അടിപൊളി ബട്ടർ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഇതിൻ്റെ മൂടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടുകയാണ്. നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ സ്വല്പം വെള്ളം എടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ എടുത്തിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം ഇതിന്ന് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇടണം. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ബട്ടറാണിത്. നമുക്ക് ദിവസവും ചായക്ക് മേടിക്കണ പാലിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ബട്ടർ ഉണ്ടാക്കാം. ബട്ടർ ഒരുക്കിയിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നെയ്യും വെണ്ണയൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള പാലുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് മുന്നേ അങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയിട്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പൊക്കെ വിടും. പിന്നെ നമുക്കിത് ഉരുക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിത് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഇത്രയും പാൽപ്പാട ആഡ്
ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ എടുത്തിട്ടുള്ള പാലുപാടിയുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ നമുക്ക് ബട്ടർ തയ്യാറാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ബട്ടർ ഉരുക്കിയിട്ട് നെയ്യെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ ആ വീട്ടിലെ അടിപൊളി ബട്ടറും നെയ്യൊക്കെ നമുക്ക് സുഖമായിട്ട് തയ്യാറാക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ അടുത്തതായിട്ട് ഇതിന്ന് എങ്ങനെയാണ് നെയ്യ് തയ്യാറാക്കണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.